അല്ല നമ്മുടെ വണ്ടി ആരാ ഓടിക്കുക? ഏതാരം പോണു മുമ്പില്? നമ്മുടെ ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, ലൈസൻസ് ഒക്കെ വല്ലതും ഉണ്ടോ? പിന്നെ 30 വയസ്സിലെടുത്തല്ലേ? 30 വയസ്സിലെടുത്തതാണ്. എന്നാ നമുക്ക് പേടിക്കാണ്ട് അങ്ങോട്ട് പോവാ. ഉറപ്പല്ലേ റാണി? പിന്നെ ധൈര്യമായിട്ട് കേറാം. കാരണം എന്നാ വെച്ചാലേ ഇത് 30 കൊല്ലമായി എന്നാ പറഞ്ഞ. ഇപ്പൊ 30 കൊല്ലമായി. 30 കൊല്ലമല്ല, 30 വയസ്സില്. 30 വയസ്സിലാണ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ആരും പഠിപ്പിച്ചോന്നുമല്ലെന്നോ, തന്നെ പഠിച്ചാണ്. പക്ഷെ എനിക്കിപ്പോഴും അത്ഭുതം എന്നാന്ന് വെച്ചാലോ, രാത്രി പോലും ഉണ്ടല്ലോ മകളുടെ അടുത്തോട്ട് പോകും തോന്നുന്നത് അങ്ങനെ അവിടെ എല്ലാം തന്നെ ഈ വണ്ടി എടുത്തോണ്ട് കണ്ണടി പോലും വെക്കാതെയാണ്. ഞാനൊരു വണ്ടി മേടിച്ച് അവിടെ ഇട്ട് വണ്ടി കാണുമ്പോഴത്തെ ഞാൻ പെരക്കകത്ത് കയറിയിരിക്കും. എന്റെ വണ്ടി വണ്ടി ഓടിക്കും, പക്ഷെ വണ്ടി ഞാൻ മോളി ഓടിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നല്ല പ്രാർത്ഥന. അയ്യോ അച്ഛാ, അച്ഛാ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ അച്ഛാ ഈ ഹാപ്പി ക്രിസ്മസ്. അച്ഛാ. എന്താണ് അടിപൊളിയായിട്ടുണ്ടല്ലോ. അമരാവതി പള്ളിയിൽ വരാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ് അച്ഛാ. അച്ഛനെയും കാണാൻ പറ്റിയതില് എന്താ പറയാ, എല്ലാം ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് മറക്കാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് ആണ്. ഞങ്ങൾ സ്വപ്നത്തിലാണോന്ന് പോലും ഞങ്ങളിപ്പം വിചാരിച്ചോണ്ടിരിക്കുന്നത്. അല്ല സന്തോഷമാണ്. അതെ അതെ അതെ, ഞാനൊന്നും വന്നിട്ടില്ല, ഇങ്ങോട്ടൊക്കെ വരണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വരാൻ പറ്റി. സ്പെഷ്യൽ ദിവസം തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഈ സന്തോഷത്തിൽ നമുക്കൊരു കേക്ക് മുറിച്ചാലോ അച്ഛാ? തീർച്ചയായും വരൂ, അച്ഛന്റെ സാന്നിധ്യത്തിൽ. കൊള്ളാലോ, അടിപൊളി കേക്കാണല്ലോ. ഈ കേക്ക് ടേസ്റ്റി പുഡിംഗ് സ്പൈസി കേക്കാണ്. അപ്പൊ എങ്ങനെയാ മുറിക്കല്ലേ? അച്ഛൻ തന്നെ മുറിച്ചോളൂ. അങ്ങനെ പറ്റില്ല, നിങ്ങൾ എന്തായാലും ഇന്ന് ഇത്ര സന്തോഷത്തോടെ ഇവിടെ വന്നല്ലോ, നാലോ കൂടെ ഒരുമിച്ച് മുറിക്കാം. 5 പേർക്ക്. ഓക്കെ ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അച്ഛന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കാന്ന് ഹാപ്പി ക്രിസ്മസ്. ഈശോയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് അച്ഛന് വരണം. അച്ഛനും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. സെയിം ടു യു. അപ്പൊ ഇന്ന് ഞങ്ങള് ഭയങ്കര ഹാപ്പിയിലാണ്. ഞാനും ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം രാവിലെ തന്നെ നിങ്ങളെ ഇത്രയും പേരെ കാണാനായിട്ട് സാധിച്ചത് ഒത്തിരി സന്തോഷം തോന്നി. നമുക്ക് കുറച്ച് നടന്ന് സംസാരിച്ചാലോ? അച്ഛ, വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ജനറേഷന് ക്രിസ്മസ്, അതിന്റെ ആഘോഷം, ആചാരങ്ങൾ, ഇതൊന്നിനെ കുറിച്ചിട്ട് അവർക്കൊരു ഐഡിയ ഇല്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതായതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അത് കുട്ടികൾക്ക് അത് ഗ്രഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അച്ഛന് ഒരു നല്ലൊരു മെസ്സേജ് ഇന്നത്തെ ഒരു ദിവസത്തിൽ കൊടുക്കാൻ സാധിച്ചല്ലോ, അതിലൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ഞങ്ങളെയും കൂടി പറയുമ്പോ തീർച്ചയായിട്ടും അത് ഇരട്ട സന്തോഷമായിരിക്കും. അതെ അതെ.
യുവതലമുറയെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാം എല്ലാം ഫാസ്റ്റാണ്, അതെ അതെ സ്പീഡാണ്. ഇപ്പൊ പലപ്പോഴും ഞങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ എനിക്കധികം പ്രായമൊന്നുമില്ല എങ്കിൽ പോലും അങ്ങോട്ട് അവരുടെ ഒപ്പം എത്തിപ്പെടാനായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അവരുടെ കാലഘട്ടത്തിൽ നമ്മള് വലിയ പ്രബോധനങ്ങൾ അല്ലെ വലിയ തിയറി ഒന്നും പറഞ്ഞിട്ട് അവർക്ക് കാര്യമില്ല. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ ഈ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും സിമ്പിളായി പറയണമെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ദൈവം ലോകത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഓക്കെ, ഈ പുഞ്ചിരി ഒരു മഞ്ഞ് വീഴുന്ന രാത്രിയില് എല്ലാവരുടെയും പ്രകാശമായിട്ടത് മാറുകയാണ്. ആ പ്രകാശമാണ് അന്ന് കൂടെ ഉണ്ടായിരുന്ന അമ്മയായ മറിയത്തിന് ആശ്വാസം നൽകിയതും യൗസേപ്പിതാവിന് ആകുലതകൾക്കിടയിൽ ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ബലമായതും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാർക്ക് വലിയൊരു പ്രത്യാശയുടെ വെളിച്ചം നൽകിയതും ഇതൊക്കെയും ഈ ഒരു പുഞ്ചിരിയുടെ പ്രകാശമായിരുന്നു. ഈ പുഞ്ചിരിയാണ് നമ്മുടെ ലോകം മുഴുവനും ഇന്ന് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത്. നമ്മള് വലിയ വലിയ പേരുകളും വലിയ തിയറികളും നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് പകരം ഈശോയെ പോലൊന്ന് പുഞ്ചിരിക്കാൻ അവരെ പഠിപ്പിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ ആശംസയാകും, ഏറ്റവും വലിയ ക്രിസ്തുമസ് ആകും. ക്രിസ്മസ് മെസ്സേജ് ഒന്ന് ഓർത്തു നോക്കിയേ, ഈശോ പുൽക്കൂട്ടിൽ ആരംഭിച്ച ആ ഒരു യാത്ര അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 33 വർഷങ്ങൾ കഴിയുമ്പോൾ കാൽവരിയും കുരിശുമരണവും അതിനിടയിൽ കല്ലറയും ഉയർപ്പുമൊക്കെ കഴിഞ്ഞ ദൈവിക മഹത്വത്തിൽ എത്തിച്ചേരുന്നത് വരെയും ഈ പുഞ്ചിരി കർത്താവ് ഒരിക്കലും കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വേദനകൾക്കിടയിലും മറ്റുള്ളവർക്ക് പുഞ്ചിരിയുടെ പ്രകാശമാകാൻ ഈശോ എന്നും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും യാത്രയിലല്ലേ? അതെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ആരംഭിച്ച് സ്വർഗമാകുന്ന ഭവനത്തിലേക്ക് പ്രത്യാശയോടെ നമ്മൾ നടത്തുന്ന യാത്രയാണ് നമ്മുടെ ഈ ജീവിതം. ഈ യാത്രയിലും കർത്താവ് നമ്മളോട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് കർത്താവ് ബാക്കിയാക്കി പോയ പുഞ്ചിരിയുടെ പ്രകാശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇന്ന് യാത്ര ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ക്രിസ്തുമസിന്റെ സന്തോഷം ഒരുപാട് സ്ഥലങ്ങളിലൂടെ നിങ്ങളിപ്പോ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിലും കണ്ടുമുട്ടിയ എത്ര പേരിൽ ഈശോയെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചു? കണ്ടുമുട്ടിയവരിൽ എത്ര പേർക്ക് നമ്മുടെ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചു? നമ്മൾ വിചാരിക്കും എന്താ ഈ പുഞ്ചിരി കൊണ്ട് എന്തുണ്ടാകാനാ, എന്ത് മാറ്റം ഉണ്ടാകാനാ? ചിലപ്പോ ഈ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടെന്നുള്ള കാര്യമല്ല അല്ലേ? നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ മുഖത്ത് കൊണ്ടുവരാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് എന്ത് സംഭവിക്കാനാണ്. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പുഞ്ചിരി കാരണം. ഈശോയും പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ എല്ലായിടത്തും ഈശോ കൊടുക്കാൻ മറക്കാതിരുന്നത് സ്നേഹത്തോടെയുള്ള നിഷ്കളങ്കമായ പുഞ്ചിരിയായിരുന്നു. നിങ്ങളിപ്പോ ഈ യാത്ര പോവുകയാണെന്ന് പറഞ്ഞല്ലോ, പോകുന്നിടത്തൊക്കെയും എത്ര പേർക്ക് ഈ പുഞ്ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നൊന്ന് ഓർത്തേക്കുക. എത്ര പേരിൽ ഈ പുഞ്ചിരി കണ്ടെത്താൻ സാധിച്ചു എന്നുകൂടി ഒന്ന് നോക്കുക. അവിടെ ഈ ക്രിസ്തുമസിന്റെ അർത്ഥം നമുക്ക് പൂർത്തിയാകും. ക്രിസ്തുമസിന് ഇങ്ങനെ അർത്ഥം കൂടിയുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇങ്ങനെ കണ്ടുമുട്ടുന്നവരിലൊക്കെ ഈശോയെ കാണാനും നിങ്ങളുടെ മുഖത്ത് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുമ്പോൾ